നമ്മളിനി അടുത്തായിട്ട് പോകുന്നത് ഇതുണ്ട് കഞ്ഞിക്കുഴി ഗവൺമെൻറ് LP സ്കൂൾ ഏഴുകമ്പിക്കലുള്ള സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേഴ്സറി സ്കൂളിലേക്കാണ് പോകുന്നത്. നേഴ്സറി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാണുന്ന അടിപൊളി നേഴ്സറിക്ക് കുഞ്ഞു കുട്ടികൾക്ക് അല്ലേ, കുഞ്ഞുങ്ങൾക്ക് അറിയാതെ തന്നെ കുഞ്ഞുങ്ങൾ സന്തോഷമായി പോകുന്ന സാമഗ്രികളാണ് ഇവിടെയുള്ളത്. കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ കളി കഴിക്കുന്ന സാധനങ്ങൾ ഈ കളിപ്പാട്ടങ്ങളുടെ ഇടവഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള ഊഞ്ഞാല്, കുളം എന്നീ വേണ്ട എല്ലാ ഫെസിലിറ്റിയുടെ ഇടയ്ക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ക്രമീകരണങ്ങൾ, ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം കണ്ടാൽ നമുക്ക് അന്തം വിട്ടു പോകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് പോകും. ഇതിൻ്റെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വർണ്ണക്കൂടാരം. നമ്മൾ വർണ്ണക്കൂടാരത്തിലേക്കാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുവാണ്. കുഞ്ഞു കുട്ടികളെല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് നമ്മളിത് കാണുന്നത് കണ്ടോ, വളരെ മനോഹരമായ രീതിയിൽ കുഞ്ഞുങ്ങൾ ചാടുന്നു, മറിയുന്നു, എല്ലാം നല്ല അടിപൊളി പരിപാടിയാണ് നടന്നത്. കുഞ്ഞു സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപകരണങ്ങൾ, വാഹനങ്ങൾ, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മനോഹരമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാറിനോട് ചോദിക്കാം ഇവിടുത്തെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ. അതുകൂടാണ്ട് തന്നെ ഇതുങ്ങൾ കാണിച്ചിട്ട് ചോദിക്കാം. ഇവിടെ നമ്മളൊരു റൂം കാണുന്നുണ്ട്. സാറേ ഇത് പഠിക്കുന്നതിനല്ലേ? ഇത് കുട്ടികളുടെ ഇരുന്ന് എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് ഇവിടെ. അപ്പം ഇതിനകത്ത് കാണുന്ന സൗകര്യങ്ങൾ അതുപോലെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാറിൻ്റെ പേരെന്നാ പറയാം സാറേ? എൻ്റെ പേര് രാജേഷ് എന്നാണ്. നമുക്കിവിടെ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും മനോഹരമായ രീതിയിൽ ഞാൻ ആദ്യം കാണുന്ന ഈ രീതിയിൽ ഇത് നമ്മുടെ BRCയിൽ നിന്നുള്ള സ്റ്റാർട്സ് പ്രീ പ്രൈമറി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്കിവിടെ മനോഹരമായൊരു പ്രീ സ്കൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വർണ്ണക്കൂടാരം എന്നുള്ള പേരിൽ ഇവിടെ 13 ഇടങ്ങളിലേക്ക് ശാസ്ത്രീയിടം, ഭാഷാവികസന ഇടം, വരയിടം, കരകൗശല ഇടം, സംഗീതമൂല, അതുപോലെ തന്നെ നിർമ്മാണ ഇടം, അതുപോലെ കളിമൂല, കുഞ്ഞരങ്ങ്, ആട്ടവും പാട്ടവും, അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ ശേഷികളെയും പരിശീലിപ്പിച്ചിട്ടുള്ള ഇടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 20ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്, പ്രീ സ്കൂളിലെ കുട്ടികൾ. ഈ പ്രീ സ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് ഒന്നിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് വരിക. അപ്പം ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇലക്ട്രിക് കാറുകളും അതുപോലെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ TVയും നല്ല സൗണ്ട് സിസ്റ്റങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാനും എല്ലാ കുട്ടികൾക്കും അവർക്ക് ഏകദേശം വരയ്ക്കാനും നിറം നൽകാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ സംഗീതമൂല, എല്ലാ സംഗീത ഉപകരണങ്ങളിലും ഒരു മിനിയേച്ചർ ഫോമുകൾ വകയുണ്ട്. അപ്പം നമ്മുടെ ഓരോ തീം അനുസരിച്ചിട്ടുള്ള പാട്ടുകൾ പാടുമ്പോഴും കുട്ടികളെല്ലാം ഈ സംഗീത ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ആട്ടവും പാട്ടവും എല്ലാം നടത്തുക. അതുപോലെ അവരുടെ വരകളും അവരുടെ ലോകത്തേക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആണ്. ഒന്നും കുട്ടികൾക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യാം, പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം, അത് പഠന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരുക്കിയേക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം വളരെ ഭംഗിയായിട്ടൊരു ആകാശവും ഒന്നും വേർതിരിക്കാത്ത രീതിയിൽ ചിത്രവും മഴവില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോ മൂലയ്ക്കും പറ്റുന്ന ആർട്ടായിട്ടുള്ള പടങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്ന ഭിത്തികളിലെല്ലാം. അപ്പം നല്ല മനോഹരമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്തു. ഇതിൻ്റെ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇതുപോലെ ഇത്രയും ഡിസൈൻ ചെയ്ത് കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിനിണങ്ങുന്ന രീതിയിലെല്ലാം ഇതിനകത്ത് ഡിസ്പ്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത് അതെങ്ങനെയാണ്? അത് ഇവിടെ ഇപ്പം അധ്യാപകർ തന്നെയാണ്. ഇപ്പം നല്ല ഒരു PTA അധ്യാപകരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വരകളെല്ലാം അധ്യാപകർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ പ്ലാനുകളെല്ലാം അധ്യാപകർ പ്ലാൻ വരച്ചുകൊണ്ട് PTA അംഗങ്ങളെ കൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്ന കബോർഡുകളും ഡിസൈനുകളും കുഞ്ഞരങ്ങളും എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നതല്ല ചെയ്തേക്കുന്നത്. സാധാരണ മറ്റു സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇത്ര പൈസയ്ക്ക് ടെൻഡറായിട്ട് വർക്കുകൾ പുറത്തേക്കാണ് കൊടുക്കുക. പക്ഷേ ഇവിടുത്തെ വർക്കുകളെല്ലാം അധ്യാപകരെല്ലാം രീതിയിലെല്ലാം പ്ലാൻ ചെയ്യുകയും അധ്യാപകരും PTA കൂടെ കൂടി പ്ലാൻ ചെയ്യുകയും അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കുകയും അതിൽ പ്രാവീണ്യം നേടിയേക്കുന്നത്. ഇപ്പോൾ വെൽഡറുണ്ട്, മെക്കാനിക് മാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മേസ്ത്രി, കോൺക്രീറ്റ് വർക്കിൻ്റെ മേസ്ത്രി ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും അവരുടെ എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ ചുരുങ്ങിയ പൈസ മുടക്കിക്കൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള റിസോഴ്സും ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റും. കുഞ്ഞു കുട്ടികളാണല്ലോ സൈക്കിൾ ഓടിക്കുന്നു. എല്ലാവരും തന്നെ ഓരോരോ ഉപകരണങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഉപകരണങ്ങളിൽ എല്ലാം അവർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾക്ക് അത്രയും മനസ്സിന് അത്രയും ഇണങ്ങിയ രീതിയിലുള്ള ഒരു പ്രകൃതി അല്ലെങ്കിൽ അതിൻ്റെ രീതിയാണ് നമുക്കിവിടെ ഉള്ളത്.
അപ്പോൾ അത്രയും നല്ല രീതിയിലുള്ളൊരു ക്ലാസ് റൂമാണ് ഇവിടെ കുഞ്ഞു കുട്ടികൾക്കായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് അത്രയും മനോഹരമായ രീതിയിലുള്ള സ്ഥലമാണ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കളികളൊക്കെ നമുക്കൊന്ന് കാണാം.